അടുത്തായിട്ട് നമുക്ക് പുതിയൊരു വിജറ്റ് പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ അതിൽ ഡീഫോൾട്ട് ആയിട്ടുള്ള ഹലോ വേൾഡ് ആപ്ലിക്കേഷൻ ഉണ്ട്. വേറൊന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല. നമുക്ക് യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഇൻപുട്ട് വാങ്ങിക്കാൻ നമ്മൾ പല ആപ്ലിക്കേഷനിലും പല കാര്യങ്ങളും കാണാറുണ്ട്. അതിന് കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ് നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോക്സ് അല്ലെങ്കിൽ ഒരു കള്ളി. ആ ഒരു വിജറ്റാണ് ശരിക്കും പറഞ്ഞാൽ ടെക്സ്റ്റ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ടെക്സ്റ്റ് ഫീൽഡ് കൊടുത്ത് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു വര കാണുന്നുണ്ട്. നമ്മൾ ഇതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കീബോർഡ് വരുന്നുണ്ട്, നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. കീബോർഡ് ഇവിടെ സിസ്റ്റത്തിൽ ടൈപ്പ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിന് വേണമെങ്കിൽ പാഡിംഗ് ഒക്കെ കൊടുക്കാം കേട്ടോ. അതായത് ടെക്സ്റ്റ് ഫീൽഡിൻ്റെ മുമ്പിൽ ഒരു പാഡിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കറക്റ്റ് ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാനുള്ള ഒരു സ്ഥലമായിട്ട് കാണുന്നുണ്ടല്ലേ. അതായത് നമുക്ക് യൂസറിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടെക്സ്റ്റ് ഫീൽഡ് എന്നുള്ള വിജറ്റ് ഉപയോഗിക്കും. അപ്പം ഇവിടെ ഈ നമ്മൾ വാങ്ങിച്ച സാധനം അപ്പം അതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാന്നുള്ളത് നോക്കാം. ടെക്സ്റ്റ് ഫീൽഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളർ ഉണ്ട്, ഇൻപുട്ട് ഡെക്കറേഷൻ ഉണ്ട്, ടെക്സ്റ്റ് ഇൻപുട്ട് ടൈപ്പ് ഉണ്ട്, ഇൻപുട്ട് ആക്ഷൻ ഉണ്ട്, ടെക്സ്റ്റ് ക്യാപിറ്റലൈസേഷൻ, ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പം അതിൽ ഇങ്ങനെ താഴത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ കാണാം, ഓൺ ചേഞ്ച്ഡ് എന്നുള്ള. ആ ഫംഗ്ഷൻ എന്താണ്? ഒരു വോയിഡ് ഫംഗ്ഷൻ ആണ്. ഇൻപുട്ടായിട്ട് ഒരു സ്ട്രിങ്ങിന് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കൊടുത്തു ഓൺ ചേഞ്ച്ഡ്. എന്നിട്ട് ഇൻപുട്ടായിട്ട് ഒരു സ്ട്രിങ്ങിന് എടുക്കുക. ഞാൻ ജസ്റ്റ് വാല്യൂ ഒന്ന് കൊടുക്കണം. എന്നിട്ട് അതിനകത്ത് പ്രിന്റ് വാല്യൂ കൊടുക്കണം. എന്താ നടക്കണം എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ സേവ് ചെയ്തു. സേവ് ചെയ്തിട്ട് നമ്മുടെ ഡീബഗ് കൺസോൾ നമ്മൾ ജസ്റ്റ് തുറന്ന് വെക്കുകയാണ്. തുറന്ന് വെച്ചു. ഇനി നമ്മൾ കീബോർഡിൽ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്യാണ്. ടി ടൈപ്പ് ചെയ്യുമ്പോൾ ടി വന്നു, ഇ ടൈപ്പ് ചെയ്യുമ്പോൾ ടിയും ഇയും വന്നു, എസ് ടൈപ്പ് ചെയ്യുമ്പോൾ ടിയും ടി ടൈപ്പ് ടെസ്റ്റ്. കണ്ടോ? അതായത് നമ്മുടെ ഈ ഒരു ഫീൽഡ് ചേഞ്ച് ആകുന്നതിനനുസരിച്ചിട്ട് ഈ ഓൺ ചേഞ്ച്ഡ് എന്നുള്ള ഫംഗ്ഷൻ എന്ത് ചെയ്യും? ഫ്ലട്ടർ വിളിക്കും. അതിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് എന്താണോ വാല്യൂ ഉള്ളത് അത് കൊടുക്കും. അതായത് നമ്മളിവിടെ ഇപ്പോൾ കൊലക്കാന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഉണ്ടോ, ഓ വരുമ്പോൾ അതിനൊരു ഓൺ ചേഞ്ച്ഡ് വിളിക്കും, ഒ എൽ വരുമ്പോൾ അങ്ങനെ ഓരോ കീയും പ്രസ് ചെയ്യുമ്പോൾ അഥവാ അതിൽ ഓരോ ടൈമും ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഈ ഫംഗ്ഷനെ വിളിക്കും. അപ്പോൾ ഇത് ചില യൂസ് കേസിൽ നമുക്ക് ഇതായിരിക്കും ബെറ്റർ. അതായത് നമ്മളിപ്പോൾ ഇത് സ്റ്റേറ്റ് വേരിയബിളിൽ കൊടുത്തിട്ട് ഇവിടെ ഇപ്പോൾ കാണിക്കുന്നതാണെങ്കിൽ ഇതായിരിക്കും ബെറ്റർ. അതായത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇവിടെ ഇതിനെ മാറ്റിയിട്ട് ഇത് സ്റ്റേറ്റ്ഫുൾ വിജിറ്റ് ആക്കിയിട്ട് മാറ്റുകയാണ്. ഓക്കെ, ഇതിനെ സ്റ്റേറ്റ്ഫുൾ വിജിറ്റ് ആക്കിയിട്ട് മാറ്റി ഇനി നമുക്ക് ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ വാല്യൂ എന്നുള്ളത് ഒരു സ്ട്രിങ് ആണല്ലോ, അപ്പോൾ സ്ട്രിങ് വാല്യൂ എന്നാക്കി വെക്കാം. ഡീഫോൾട്ടായിട്ട് എംപ്റ്റി ആയിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ടൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ ഹലോ വേൾഡിന് പകരം വാല്യൂ അങ്ങോട്ട് കൊടുക്കാം. അപ്പം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കാര്യമായിരിക്കും. നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടണ വാല്യൂ, അതായത് ഇവിടെ കിട്ടണ വാല്യൂ ഇവിടെ കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിന്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി, സെറ്റ് സ്റ്റേറ്റിൽ നമ്മുടെ സ്റ്റേറ്റ് വേരിയബിൾ ആയ വാല്യൂവിനെ ഇവിടെ കിട്ടിയ വാല്യൂ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? ഞാൻ ആപ്പ് ഒന്ന് ടെക്സ്റ്റ് സെറ്റിംഗ് കണ്ടോ, ഇവിടെ ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവിടെ മാറുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ കൊലക്കാന്ന് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ആപ്പ് ബാറിലും അത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ യൂസ് കേസിനൊക്കെ ഓൺ ചേഞ്ച്ഡ് ആണ് നല്ലത്. അതായത് നമ്മൾ എന്താ ചെയ്തത്, നമുക്ക് യൂസറിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇൻപുട്ട് വാങ്ങിക്കേണ്ട സമയത്ത് നമുക്ക് ടെക്സ്റ്റ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിജറ്റ് ഉണ്ട്. ഇതിന് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിലുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഓൺ ചേഞ്ച്ഡ്. അതൊരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താ, നമ്മൾ ആ ടെക്സ്റ്റ് ഫീൽഡിനകത്ത് എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്ന സമയത്ത് ഈ ഫംഗ്ഷൻ വിളിക്കും. എന്നിട്ട് എന്താണോ വാല്യൂ ഉള്ളത്, അതായത് ആ ടെക്സ്റ്റ് ഫീൽഡിൽ ആ ചേഞ്ച് വന്ന സമയത്ത് എന്താണോ വാല്യൂ ഉള്ളത് അത് ഇതിനകത്തേക്ക് പാസ്സായി കൊടുക്കും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ സാധാരണ ഇപ്പം ബാക്ക് എൻഡിൽ APIനെ വിളിക്കുന്ന ഒരു കോഡാണ് ഇതിനകത്ത് എഴുതുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ചിട്ടും ഓരോ പ്രാവശ്യം APIനെ വിളിക്കും. അങ്ങനെ വിളിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മുടെ API ഒരുപാട് പണിയെടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ഓരോ ലെറ്ററിനും ഇങ്ങനെ റിക്വസ്റ്റ് പോവാണ്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമുക്ക് കുറച്ചും കൂടെ അടിപൊളിയായിട്ട്, അതായത് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ഫീൽഡിന് വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടിയാണ് കൺട്രോളർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി. ആ കൺട്രോളറിന് ടൈപ്പ് എന്താണ്, ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളർ എന്നൊരു ടൈപ്പ് എന്താണെന്ന് നമുക്ക് പറയാം. അതിനുണ്ട് ഞാൻ ഇവിടെ ചെറിയൊരു മാറ്റം വരുത്താണ്. അതായത് ഞാനിവിടെ സെൻറ്ററിന് പകരം എന്താണ്, ഞാൻ ഇതിനെ ഇങ്ങോട്ട് എടുത്തിട്ട് ഇവിടെ ഒരു കോളം കൊടുത്തിട്ട് കോളത്തിനകത്ത് നമ്മൾ ചിൽഡ്രൻ ആയിട്ട് അതിൽ ടെക്സ്റ്റ് ഫീൽഡിന് കൊടുക്കണം. അതിൽ വന്ന് ഈ താഴത്ത് എന്ത് ചെയ്യാണ്, ഒരു ബട്ടണും കൂടെ കൊടുക്കണം. നമ്മളതിൽ മറ്റൊരു ബട്ടൺ ഉണ്ടല്ലോ, കോൺട്രസ്റ്റിലൊന്നുമില്ല. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ റീഡ് എന്ന് കൊടുക്കണം. അപ്പം നമ്മുടെ അതിലൊരു ബട്ടൺ ഉണ്ട്. നമുക്ക് വേണ്ടത് ഈ റീഡിന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആ വാല്യൂനെ പ്രിന്റ് ചെയ്ത് കാണിക്കണം എന്നാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ പ്രിന്റ് എന്ത് കൊടുത്താൽ മതി, നമ്മുടെ വാല്യൂ എന്നുള്ള സ്റ്റേറ്റ് വാല്യൂബിളിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ടല്ലോ, പ്രിന്റ് വാല്യൂ കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഡീബഗ് കൺസോൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇത് ഒന്ന് ക്ലിയർ ചെയ്തേക്കാം. എന്നിട്ട് ഞാനിപ്പം തേങ്ങാന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ വരുന്നുണ്ട് തേങ്ങ എന്നുള്ളത്. മാത്രമല്ല ഞാനിവിടെ ക്ലിക്ക് ചെയ്യുമ്പം ഈ എലവേറ്റഡ് ബട്ടണിൻ്റെ ഓൺ പ്രസ് വർക്കാവും. അപ്പോൾ അതിൽ പ്രിന്റ് വാല്യൂ വരുന്നുണ്ട്. കുഴപ്പങ്ങളൊന്നുമില്ല. ഇവിടുത്തെ പ്രശ്നം എന്താ, പ്രശ്നം ഇത്രയേ ഉള്ളൂ, നമ്മൾ ഓൺ ചേഞ്ച്ഡിൻ്റെ അകത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഓരോ കീയും പ്രസ് ചെയ്യുമ്പം ഈ ഫംഗ്ഷൻ വർക്കാവും. അപ്പോൾ ഒക്കെ ഈ ഒരു വാല്യൂ, അതായത് നമ്മൾ സ്റ്റേറ്റ് വേരിയബിളിൽ വെക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. എല്ലാ സിറ്റുവേഷനിലും നമ്മൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ലിസണർ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇത് കുറച്ചൊരു മെമ്മറി എഫിഷ്യൻ്റ് അല്ല, അല്ലെങ്കിൽ ഇതൊരു നല്ല മെത്തേഡ് അല്ല. അപ്പോൾ ഇതിനെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് ടെക്സ്റ്റ് ഫീൽഡിന് കൺട്രോളർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഫ്ലട്ടറിൽ നമ്മൾ അവിടെ ഒക്കെ കാണുന്ന ഒരു കൺസെപ്റ്റാണ് കൺട്രോളർ എന്നുള്ളത്.
പേരിൽ തന്നെ ഉണ്ട്, അതിനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ്. അതിൻ്റെ വാല്യൂ ആയിട്ട് ഒരു ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളറാണ്. അപ്പോൾ ഈ ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളർ എങ്ങനെ നമ്മൾ ഉണ്ടാക്കാന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾ ഉണ്ടാക്കിയ പോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുക, ഒരു കൺട്രോളർ ഉണ്ടാക്കുക. കൺട്രോളറിൻ്റെ ടൈപ്പ് ഞാൻ പറയുന്നു ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളറാണ്. ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളറായിട്ട് കൺട്രോളറിനെ ഉണ്ടാക്കി, എന്നിട്ട് അത് ഒരു ക്ലാസ് ആണല്ലോ, അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റിനെ വിളിക്കണം. കൺസെപ്റ്റിനെ വിളിച്ചു, കൺട്രോളറിനെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ടെക്സ്റ്റ് ഫീൽഡിന് കൺട്രോളർ എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അതിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയ കൺട്രോളർ എന്നുള്ള വാല്യൂബിൾ. അങ്ങനെ പിന്നെ നമുക്ക് ഈ ഓൺ ചേഞ്ചിൻ്റെ ആവശ്യമില്ല, പിന്നെ ഈ സ്റ്റേറ്റ് വേരിയബിളിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഈ വാല്യൂ മാറ്റിയിട്ട് ജസ്റ്റ് ഹലോ വേൾഡ് പഴയ പോലെ തന്നെ ആക്കാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇനി ഈ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിളോട് ഞാൻ ഒലക്കാന്ന് ടൈപ്പ് ചെയ്ത് റീഡ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആ ഒലക്കാന്ന് പ്രിൻ്റ് ആയി വരണം. അപ്പം നമുക്കറിയാം ഇതിനകത്തൊന്നും കോഡ് നമ്മൾ കൊടുത്തിട്ടില്ല, ബട്ടണിൻ്റെ ഓൺ പ്രസ്സിൽ ഒരു വാല്യൂ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ റീഡ് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഒന്നും വരില്ല. നമുക്കതങ്ങ് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിനകത്ത് കോഡ് കൊടുക്കാം. നമ്മൾ പറഞ്ഞു നമ്മൾ ടെക്സ്റ്റ് ഫീൽഡിന് എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയൊരു കൺട്രോളറിന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാക്കിയത്, ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളർ എന്നുള്ള ഡാറ്റ ടൈപ്പാണ്, അതിനുണ്ടാക്കി കൊടുത്തു. ഈ കൺട്രോളറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നിങ്ങളിവിടെ നമ്മളെ ബട്ടണിൻ്റെ ഓൺ പ്രസ്സിൻ്റെ അകത്ത് ഞാൻ പ്രിൻറ്റിൻ്റെ അകത്ത് കൺട്രോളർ എന്നിട്ട് ഒരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറേ സാധനങ്ങൾ പറ്റും. അതിലുള്ള ഒരു സാധനമാണ് ടെക്സ്റ്റ് എന്നുള്ളത്. ഞാൻ ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കുകയാണേ. ഞാൻ സേവ് ചെയ്യാണ്, എന്നിട്ട് ഇലക്കാന്ന് എടുത്തിട്ട് റീഡ് കൊടുക്കുകയാണ്. അപ്പോൾ റീഡ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ ഒലക്കാന്ന് പ്രിൻ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ആണെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾ ഉണ്ടാക്കി, സ്റ്റേറ്റ് വേരിയബിളിലേക്ക് ഓൺ ചേഞ്ച്ഡ് ആയിട്ട് ഇതിന്ന് വാല്യൂ അതേക്ക് പാസ് ചെയ്തിട്ട് അത് ഇവിടെ ഉപയോഗിച്ച് അങ്ങനെ മൊത്തം കഷ്ടപ്പെട്ടിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അതിന് പകരം നമ്മളൊരു ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളർ ഉണ്ടാക്കി, എന്നിട്ട് എന്ത് ചെയ്തു, ടെക്സ്റ്റ് ഫീൽഡിന്റെ കൺട്രോളറായിട്ട് ആ കൺട്രോളറിന്റെ വാല്യൂബിൾ നമ്മൾ പാസ് ചെയ്തു. എന്താ സുഖം എന്ന് വെച്ചാൽ, ഈ ഒരു ടെക്സ്റ്റ് ഫീൽഡിന്റെ വാല്യൂ നമുക്ക് ഈ കൺട്രോളർ വെച്ച് ആക്സ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഒലക്കാന്നുള്ള വാല്യൂ നമ്മൾ പ്രിന്റ് ചെയ്തത് എങ്ങനെയാ, കൺട്രോളർ ഡോട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സ് ചെയ്യാൻ പറ്റും. ഇത് പല യൂസ് കേസുകളുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ ഒരു API പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്പേഴ്സ് API എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം numbersapi.com/ ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പറെ പറ്റിയുള്ള ഒരു ഫാക്റ്റ് കിട്ടും അല്ലേ. ഞാൻ 42 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 42നെ പറ്റിയുള്ള ഒരു ഫാക്റ്റ് കിട്ടും അല്ലേ. ഈ സാധനം നേരത്തെ നമ്മൾ ചെയ്തത് ആ നമ്പർ സ്റ്റാറ്റിക് ആയിട്ട് വെച്ചിട്ടായിരുന്നു. അതായത് നേരത്തെ ഒരു പെർട്ടിക്കുലർ നമ്പറിൻ്റെ ഫാക്റ്റ് മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് അത് മാറ്റിയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഏത് നമ്പർ ഇൻപുട്ട് വാങ്ങിയിട്ട് ആ നമ്പറിനെ പറ്റിയുള്ള ഒരു ഫാക്റ്റ് ഇപ്പോൾ തൽക്കാലം നമുക്ക് കൺസോളിൽ കാണും. ബാക്കി നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. നിങ്ങൾ പറ്റുവാണെങ്കിൽ വീഡിയോയുടെ പോസ് ചെയ്തിട്ട് ഇത് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഇനി ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്കി കാണാം. നമുക്ക് വേണ്ട എന്താ വെച്ചാൽ ഈ ആപ്പിൻ്റെ പേരൊന്ന് മാറ്റാം, നമ്പർ ഫാക്റ്റ് എന്തെങ്കിലും കൊടുക്കാം, നമ്പർ ഫാക്റ്റ്, നമ്പർ ട്രിവ്യ എന്തെങ്കിലും കൊടുക്കാം. നമ്പർ ഫാക്റ്റ് പേര് കൊടുത്തു, പിന്നെ റീഡ് എന്നുള്ള സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്തു, ഗെറ്റ് ഫാക്റ്റ് എന്ന് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ബാക്ക് എൻഡ് കോൾ ചെയ്യണം. ബാക്ക് എൻഡ് കോൾ ചെയ്യണമെങ്കിൽ HTTP എന്നുള്ള പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നമ്മൾ സാധാരണ ഇൻസ്റ്റാൾ ചെയ്യാം, ഫ്ലട്ടർ പബ് ആഡ് HTTP കൊടുത്തു. ഇപ്പോൾ HTTP ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഈ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ബാക്ക് എൻഡ് പോയിട്ട് ആ കറസ്പോണ്ടിങ് നമ്പറിൻ്റെ ഫാക്റ്റ് എടുക്കണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടാകും. ഞാനിവിടെ എന്ത് ചെയ്യാണ്, ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ വോയിഡ് ഗെറ്റ് ഫാക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ. ജസ്റ്റ് ഒരു ഫംഗ്ഷനാണ്, വേറൊന്നുമില്ല. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ബാക്ക് എൻഡിൽ പോയിട്ട് ഡാറ്റ എടുക്കുന്ന പരിപാടി മൊത്തം പ്രൊസീജിയർ ഇതിനകത്താണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ നോക്കാം. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, URL വേണം. അപ്പോൾ നമ്മൾ കോൺസ്റ്റ് URL ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണ ഇങ്ങനെ ഉണ്ടാക്കാറ്. നമ്മൾ ആ നമ്പേഴ്സ് APIൻ്റെ URL കോപ്പി പേസ്റ്റ് ചെയ്യുക. അതായത് ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് കോപ്പി ചെയ്യാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ നമ്പർ സ്റ്റാറ്റിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ തൽക്കാലത്തേക്ക് ഒഴിവാക്കാണ്. നമുക്ക് എങ്ങനെ യൂസ് ചെയ്യുന്നത് പറയാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ റിക്വസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ഫൈനൽ റെസ്പോൺസ് ഈക്വൽ ടു നമ്മൾ ഗെറ്റ് എന്നുള്ള ഫംഗ്ഷൻ. അതിനകത്ത് URI ഡോട്ട് പാസിനകത്ത് നമ്മൾ URL കൊടുക്കുകയായിരുന്നു ചെയ്ത്. ഇവിടെ പക്ഷേ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ URL ജസ്റ്റ് ഇത്രയേ ഉള്ളൂ, നമ്പർ ഇല്ല. അതായത് ഇത് സ്ലാഷ് ഒരു നമ്പർ കിട്ടിയാലാണ് നമുക്ക് എന്ത് കിട്ടുക, ഫാക്റ്റ് കിട്ടും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ URL ഇങ്ങനെ കൊടുക്കുകയാണ്. എന്നിട്ട് URL കഴിഞ്ഞ പാട് URL എന്ന് വെച്ചാൽ എന്താ, ഇത്രയും സാധനം വരും. അതായത് ഇത് ഇവിടെ ഉള്ള മാതിരി തന്നെയാണ്. നിങ്ങൾക്കാണെങ്കിൽ ഇത് ഇങ്ങനെ കൊടുക്കുക, ഇത് ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ വേണമെങ്കിലും കൊടുക്കുക, കുഴപ്പങ്ങളൊന്നുമില്ല. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് എന്താ വേണ്ടത്, അവിടെ യൂസർ ടൈപ്പ് ചെയ്ത നമ്പറാണ്. അതായത് കൺട്രോളറിൻ്റെ അകത്ത് നമുക്ക് അതിൻ്റെ വാല്യൂ ആയിട്ട് നമ്പർ കിട്ടൂലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആക്സ് ചെയ്യാൻ വെച്ചാൽ $സൈൻ ഇടാം, കേർലി ബ്രേസ് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കൺട്രോളർ ഡോട്ട് അതിൻ്റെ ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ യൂസർ ഇപ്പോൾ ടൈപ്പ് ചെയ്ത വാല്യൂ കിട്ടും. ഈ ഒരു ലൈൻ ഓഫ് കോഡ് റൺ ചെയ്യുമ്പോൾ എന്താ ശരിക്കും നടക്കുന്നത് വെച്ചാൽ, യൂസർ ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ച നമ്പർ ഏതാണോ ആ നമ്പർ ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ആക്കി കൊടുക്കും. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഇവിടെ എന്താണ് 5 എന്ന് ടൈപ്പ് ചെയ്യാണ്. അപ്പോൾ എന്നിട്ട് ഈ ഫംഗ്ഷൻ വർക്കാകുമ്പോൾ എന്താ സംഭവിക്കുക, ഈ URI എങ്ങനെ ഉണ്ടാകുന്ന വെച്ചാൽ numbersapi.com/5 എന്നുള്ള രൂപത്തിലാണ് ഉണ്ടാകും. അത് ശരിയായി. ഇപ്പോൾ നമുക്കറിയാം ഈ ഗെറ്റ് ഫംഗ്ഷൻ പറഞ്ഞത് ഒരു ഫ്യൂച്ചറിൽ റെസ്പോൺസിന് തരുന്ന ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലെ നമ്മൾ അവൈറ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ ഇതൊരു അസിൻക്രണസ് ഫംഗ്ഷൻ ആക്കണം. അങ്ങനെ അസിൻക്രണസ് ഫംഗ്ഷൻ ആക്കി. ഓക്കെ, അങ്ങനെ നമുക്ക്
റെസ്പോൺസ് കിട്ടി. റെസ്പോൺസിൻ്റെ ഡാറ്റ ആയിട്ട് നമുക്ക് കിട്ടിയ സാധനം തൽക്കാലത്തേക്ക് ഇപ്പോൾ എന്ത് ചെയ്യാം, ഒന്ന് പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ റെസ്പോൺസ് ഡോട്ട് ബോഡിയാണ് നമ്മുടെ ഡാറ്റ ഉണ്ടാവും, നമ്മൾ ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യണം. ഓക്കെ, അതായി. ഇനി നമുക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബട്ടൺ ഓൺ റെസ്റ്റിനകത്ത് നമ്മളെ ഗെറ്റ് ഫാക്ട് ഫംഗ്ഷനാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് കൊടുക്കും. ഞാനിവിടെ നമ്മുടെ ഡീബഗ് കൺസോൾ തുറന്നു നോക്കുകയാണ്. എന്നിട്ട് ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാണ്. എന്നിട്ട് ഞാൻ 5 ഇപ്പോൾ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ 5 മാറ്റിയിട്ട് ഒരു 50 ആക്കുകയാണ്. ഞാൻ ഗെറ്റ് ഫാക്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ഇവിടെ കാണാം നിങ്ങൾക്ക് 50 ഈസ് ദ സ്പീഡ് ലിമിറ്റ് ഇൻ km/h ഓഫ് ഹോസ്റ്റിംഗ്. അതായത് 50 പറ്റിയിട്ട് ഒരു ഫാക്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ 12 എന്ന് കൊടുത്തു, ഞാൻ ഗെറ്റ് ഫാക്ട് കൊടുത്തു. ഗെറ്റ് ഫാക്ട് കൊടുത്ത സമയത്ത് 12 ഈസ് ദ നമ്പർ ഓഫ്, കണ്ടോ, അതായത് സാധനം വരുന്നുണ്ട്. അതായത് നമുക്ക് കൺസോളിൽ കാണിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇനി കൺസോളിൽ കാണിക്കുന്ന മാറ്റിയിട്ട് നമുക്ക് ഇവിടെ തന്നെ മേലെ മെസ്സേജ് ആയിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരുപാട് രൂപത്തിലൂടെ കാണിക്കാം കേട്ടോ. അതായത് നമുക്കാണെങ്കിൽ ഇവിടെ ഒരു പുതിയ ടെക്സ്റ്റ് ആക്കിയിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് താഴത്ത് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുത്തു നോക്കാം. തൽക്കാലത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഫാക്ട് എന്ന് പറഞ്ഞിട്ട് വെക്കാം. ഇനീഷ്യലി എംപ്റ്റി ആയിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ താഴെ ഈ ഒരു പാഡിങ് എലിവേറ്റർ ബട്ടണൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ടെക്സ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ഫാക്റ്റിനെ കൊണ്ട് കൊടുക്കാം. ഫാക്റ്റിനെ കൊടുത്തു. അപ്പോൾ നമ്മൾ ഇനി റെസ്പോൺസ് ഡോട്ട് ബോഡി പ്രിൻറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഫാക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് സെറ്റ് സ്റ്റേറ്റ് ഫാക്റ്റ് ഈക്വൽ ടു റെസ്പോൺസ് ഡോട്ട് ബോഡി സെറ്റ് ചെയ്തു. ഇനി നമ്മളൊന്ന് ഗെറ്റ് ഫാക്ട് ക്ലിക്ക് ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ 12 ഡേയ്സ് കണ്ടോ, അതായത് ഫാക്ട് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ 1 2 3 കൊടുത്തു വിചാരിച്ചു, കണ്ടോ. അങ്ങനെ ഏത് നമ്പറിനെ കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഫാക്ട് നമ്മളിപ്പം യൂസർ ഇൻപുട്ട് ചെയ്ത നമ്പർ ഏതാണോ ആ നമ്പർ എടുത്തിട്ട് അതിനെ നമ്മൾ ബാക്ക് എൻഡിലേക്ക് കൊടുത്തിട്ട് അതിവിടെ കാണിച്ചു. ഇതിൽ തന്നെ ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ലോഡിംഗ് ഒക്കെ കാണിക്കാം കേട്ടോ. അതായത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇപ്പോൾ ബൂളിയൻ ആയിട്ടൊരു ഈസ് ലോഡിംഗ് എന്നുള്ള വേരിയബിൾ ഉണ്ടാക്കാം. ഇത് ഡീഫോൾട്ട് ആയിട്ട് ഫോൾസ് ആക്കി വെക്കാം. എന്നിട്ട് ഇവിടെ ഈ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ ഈസ് ലോഡിങ് ട്രൂ ആക്കാം. ഇനി ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഈസ് ലോഡിങ് ഫോൾസ് ആക്കാൻ നമുക്കൊരു സെറ്റ് സ്റ്റേറ്റിൽ വിളിക്കണം. ഇവിടെ ഓൾറെഡി ഒരു സെറ്റ് സ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈസ് ലോഡിങ് ഫോൾസ് ആക്കിയാൽ മതി. പിന്നെ ഈസ് ലോഡിങ് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഗെറ്റ് ഫാക്റ്റോ അല്ലെങ്കിൽ നമുക്കൊരു സർക്കുലർ പ്രോഗ്രസ് ഇൻഡിക്കേറ്ററോ കാണിക്കും. അതായത് ഈസ് ലോഡിങ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ സർക്കുലർ പ്രോഗ്രസ് ഇൻഡിക്കേറ്റർ, അല്ലെങ്കിൽ ഇത്. പിന്നെ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം കറങ്ങിയിട്ടാണ് വരുന്നത്. അപ്പം ഇവിടെ നമുക്കിനി ഏത് നമ്പർ കൊടുത്തു കഴിഞ്ഞാലും ആ നമ്പറിനെ പറ്റിയുള്ള ഫാക്ട് വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, നമ്മൾ ബാക്ക് എൻഡ് പോയിട്ട് ഒരു ഡാറ്റ, അത് യൂസറിൻ്റെ ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ നമ്മൾ ഫെച്ച് ചെയ്തു. അപ്പോൾ എന്തൊക്കെ ചെയ്തതെന്നുള്ളത് ഒന്നും കൂടെ പറഞ്ഞുതരാം. അത് നമ്മൾ പഠിച്ചത് ടെക്സ്റ്റ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വിജിറ്റാണ്. നമുക്ക് യൂസറിൻ്റെ എന്തെങ്കിലും ഇൻപുട്ട് വാങ്ങിക്കാനുള്ള ഒരു വിജിറ്റാണ്. അതിൽ നമുക്ക് സാധാരണ വാല്യൂ ഇൻപുട്ടായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഓൺ ചേഞ്ച് എന്നുള്ളൊരു ഫംഗ്ഷൻ കോൾ ബാക്ക് ആയിട്ട് കൊടുത്തിട്ട്, അതായത് യൂസർ എന്തെങ്കിലും അതിനകത്ത് ചേഞ്ച് വരുത്തുമ്പോൾ ആ ഫംഗ്ഷനെ വിളിക്കും. അങ്ങനെയാണ് നമ്മൾ എടുത്തത്. രണ്ടാമത് നമ്മൾ കൺട്രോളറിനെ പറ്റി പഠിച്ചു. കൺട്രോളർ എന്താ, നമുക്ക് കുറച്ചും കൂടി അടിപൊളിയായിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂ ആക്സ് ചെയ്യാൻ പറ്റും. അതിന് നമ്മളൊരു ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളർ നമ്മൾ ഉണ്ടാക്കി വെക്കണം. അതിനെ നമ്മൾ കൺട്രോളറായിട്ട് പാസ് ചെയ്തിട്ടുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ആ വാല്യൂ വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത്, അതായത് നമ്പേഴ്സ് API ന്ന് ഒരു നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്പേഴ്സ് API യൂസ് ചെയ്തിട്ട് നമ്മൾ ഡാറ്റ ലോഡ് നേരത്തെ ചെയ്ത കാര്യമാണ്. ഇവിടെ നിങ്ങൾ കൺട്രോളർ നോക്കി കഴിഞ്ഞാൽ കൺട്രോളർ ഫൈനൽ ആക്കാന്ന് പറഞ്ഞിട്ട്, അതായത് ഇങ്ങനെ ഉണ്ടാക്കുന്ന വാരിയബിൾ ചേഞ്ച് വരുത്തുന്നില്ലെങ്കിൽ ഫ്ലട്ടർ പറയും ഫൈനൽ ആക്കിക്കോ നല്ലതാണ്. അങ്ങനെ നമ്മൾ ഫൈനൽ ആക്കാണ്. വേറെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് നമ്മൾ ഡിസ്പോസ് എന്നുള്ളൊരു കോൾ ബാക്ക് ഉണ്ട്. അതായത് നമ്മൾ സ്റ്റേറ്റ്ഫുൾ വിജറ്റിനകത്ത് നമ്മൾ പറഞ്ഞു, സ്റ്റേറ്റ്ഫുൾ വിജറ്റ് റെൻഡർ ആകുന്ന സമയത്ത് ഇനിറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷനെ ഫ്ലട്ടർ വിളിക്കും. അതേപോലെ തന്നെ വിജറ്റിനെ കളയുന്ന സമയത്ത് ഡിസ്പോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷനെ ഫ്ലട്ടർ വിളിക്കും. ഈ ഡിസ്പോസും നമ്മൾ ഇനിറ്റ് സ്റ്റേറ്റിനെ പോലെ തന്നെ എന്ത് ചെയ്യണം, @ കൊടുക്കണം. അതേപോലെ തന്നെ അതിനകത്ത് നമ്മൾ ഇനിറ്റ് സ്റ്റേറ്റിലാണെങ്കിൽ സൂപ്പർ ഡോട്ട് ഇനിറ്റ് സ്റ്റേറ്റ് വിളിക്കുന്ന പോലെ സൂപ്പർ ഡോട്ട് ഡിസ്പോസ് ഇതിനകത്ത് വിളിക്കണം. ഓക്കെ, അപ്പോൾ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ കൺട്രോളർ ഉണ്ടാക്കി കഴിഞ്ഞാൽ കൺട്രോളറിനെ നമ്മൾ എന്ത് ചെയ്യണം, യൂസേജ് കഴിഞ്ഞാൽ ഡിസ്പോസ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ സാധാരണ ഈ ഡിസ്പോസിനകത്താണ് ചെയ്ത് വെക്കുക. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ് ഡിസ്പോസ്. ഈ ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളറിലൊന്നും ഈ പ്രശ്നമില്ല. നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ആനിമേഷൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് അത് പ്രോപ്പർലി നമ്മൾ ഡിസ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ റാമിൽ അതിൻ്റെ ഡാറ്റ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മുടെ ആപ്പ് ഒരുപാട് മെമ്മറി യൂസ് ചെയ്യാൻ തുടങ്ങും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ഫീൽഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ളൊരു സംഭവം മാത്രമാണ് കണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കാം, നമ്പറിൻ്റെ ഫാക്റ്റ് കാണിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ.